വെറുമൊരു ടാഗ് ലൈൻ അത് സിനിമയുടെ പേരിനേക്കാൾ വലിയ വിവാദമായി മാറും. ഒന്ന് സൈക്കിളിൽ പുറത്തിറങ്ങിയാൽ അതുവരെ വലിയ വാർത്ത. ഫാൻസിനൊപ്പം എടുത്തൊരു സെൽഫി വരെ ചരിത്രമായി മാറിയിട്ടുണ്ട്. ആരായിരിക്കും ആ മനുഷ്യൻ? ഈ മനുഷ്യനൊരു ഇൻട്രോയുടെ ആവശ്യമില്ല. തൻ്റെ നിഴൽ കണ്ടാൽ പോലും ഇളകി മറയാൻ നിൽക്കുന്ന ഒരു ജനതയുടെ നായകനാണ്. തമിഴ് സിനിമയുടെ ബോക്സ് ഓഫീസ് കിങ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, തമിഴകത്തിന് സ്വന്തം. This is the main character with FC Boy. സിനിമയെ വെല്ലുന്ന തിരക്കഥയാണ് ജോസഫ് വിജയുടെ ജീവിതം. സംവിധായകൻ എസ് എ ചന്ദ്രശേഖരന്റെയും പ്ലേബാക്ക് സിംഗർ ശോഭ ചന്ദ്രശേഖരന്റെയും മൂത്ത മകനായി 1974 ജനനം. 3 വയസ്സുകാരിയായ അനിയത്തി വിദ്യ ക്യാൻസർ ബാധിച്ചു മരിച്ചത് കുഞ്ഞു വിജയിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് ഭീകരമായിരുന്നു. അതുവരെ എക്സ്ട്രോവേർട്ട് ആയിരുന്ന വിജയ് പിന്നീട് ഒരു ഷെല്ലിലേക്ക് പോകുന്നു. ആരോടെയും മിണ്ടാതെയാവും. ആ ഒരു അവസ്ഥയിൽ നിന്നും സേവ് ചെയ്യാൻ വേണ്ടിയാണ് ചന്ദ്രശേഖർ തന്റെ മകനെ സിനിമയിൽ കൊണ്ടുവരുന്നത്. ചൈൽഡ് ആർട്ടിസ്റ്റായി ആദ്യം അഭിനയിച്ച പടം വെട്രി മീൻസ് വിജയം. ഇതൊരു കോയിൻസിഡൻസ് ആണോ അതോ ഡയറക്ടർ ചന്ദ്രശേഖറിന്റെ പ്ലാനിംഗ് ആണോ എന്നറിയില്ല. വിജയുടെ റിയൽ ലൈഫ് ആവട്ടെ അതിലെല്ലാം അച്ഛന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്ന് വേണം പറയാൻ. ചൈൽഡ് ആർട്ടിസ്റ്റായി വിജയ് അഭിനയിച്ച മിക്ക പടവും ഡയറക്ടർ അച്ഛൻ തന്നെ. അതിൽ മിക്കതിലും ഹീറോ ക്യാപ്റ്റൻ വിജയ്കാന്ത്. പിന്നീട് 1992 18 വയസ്സുകാരനായ വിജയ്ക്ക് നാളെ തീർപ്പ് എന്നുള്ള പടത്തിൽ ഹീറോയായി അഭിനയിക്കാനുള്ള ചാൻസും ഡയറക്ടർ ചന്ദ്രശേഖർ തന്നെയാണ് കൊടുത്തത്. എന്നാൽ സിനിമ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായിരുന്നു. തമിഴ് സിനിമാ ലോകം ആ ചെറുപ്പക്കാരനെ ക്രൂരമായി വേട്ടയാടി. ഒരു നായകനുണ്ട ലുക്കുമില്ല, കഴിവുമില്ല, യവനൊക്കെ കാശ് കൊടുത്ത് ആരാ തിയേറ്ററിൽ പോയി കാണാൻ പോലും. ഇതാണ് അന്നത്തെ ഒരു പ്രശസ്ത മാഗസിൻ വിജയെ പറ്റി പറഞ്ഞിരുന്നത്. തൻ്റെ ലുക്കിനെയും കഴിവിനെയും വിമർശിച്ചുകൊണ്ടുള്ള ട്രോളുകൾ വീണ്ടും വിജയെ ആ ഷെല്ലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. പക്ഷേ തോൽവി സമ്മതിക്കാൻ ആ അച്ഛൻ തയ്യാറായിരുന്നില്ല. മകനെ ഒറ്റയ്ക്ക് വെച്ച് പടം പിടിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർ അവനെ തള്ളിക്കളയും എന്നുള്ളത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ അടുത്ത പടമായ സെന്തൂര പാണ്ഡ്യയിൽ ചന്ദ്രശേഖർ തൻ്റെ ട്രംപ് കാർഡ് ഇറക്കി. വിജയ്ക്കൊപ്പം അക്കാലത്തെ തമിഴിലെ മാസ് ഹീറോ സാക്ഷാൽ വിജയ്കാന്ത്. ചന്ദ്രശേഖറിന്റെ ആ മാസ്റ്റർ സ്ട്രോക്ക് പിഴച്ചില്ല. വിജയകാന്തിനെ കാണാനായി ഇടിച്ചു കീറിയ ജനങ്ങളുടെ മനസ്സിൽ വിജയ് എന്ന ചെറുപ്പക്കാരൻ ഇടം നേടി. ആ പടം ബ്ലോക്ക് ബസ്റ്ററായി. 1991 മണിരത്നം ചിത്രമായ ദളപതിയിൽ രജനീകാന്ത് തകർത്താടിയപ്പോൾ ഒരു ഹാർഡ് കോർ രജനി ഫാനായ മകനെ അച്ഛൻ രസികൻ എന്ന പടത്തിൽ ഇളയ ദളപതി എന്ന ടാഗ്ലൈനിലൂടെ ആരാധകരുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു. ഒരു സീരീസ് ഓഫ് ആവറേജ് ചിത്രങ്ങൾക്ക് ശേഷം പിന്നീട് വിജയുടെ ലൈഫിലെ മേജർ ബ്രേക്ക് ത്രൂ വരുന്നത് 1996 പൂവേ ഉനക്കാകെ എന്ന സിനിമയിലൂടെയാണ്. പടം തമിഴ്നാട്ടിൽ 250ഓളം ദിവസം ഓടി. പിന്നീട് വന്ന കാതലുക്ക് മര്യാദ, തുള്ളാതെ മനവും തുള്ളും എന്നീ പടങ്ങളൊക്കെ യങ്സ്റ്റേഴ്സിനിടയിൽ വിജയെ ഒരു റൊമാൻറ്റിക് സ്റ്റാർ ആക്കി മാറ്റി. തുള്ളാതെ മനവും തുള്ളുമൊക്കെ അന്നത്തെ കാലത്ത് എറണാകുളം പദ്മയിൽ 100 ദിവസത്തിൽ കൂടുതൽ ഓടിയ. എല്ലാ വിജയങ്ങൾക്കും ഒരു സാച്ചുറേഷൻ പോയിന്റ് ഉണ്ടല്ലോ, ദ ഹാർഡസ്റ്റ് ഫേസ് ഓഫ് ലൈഫ്. അങ്ങനെ വിജയുടെ റൊമാൻറ്റിക് ഹീറോ റൂൾസ് ആളുകൾക്ക് മെല്ലെ മെല്ലെ മടുത്തു തുടങ്ങിയാണ്. പക്ഷേ കുതിപ്പിന് മുമ്പുള്ള ഒരു ചെറിയ കിതപ്പ് മാത്രമായിരുന്നു അത്. ദ കാം ബിഫോർ ദ സ്റ്റോം. വർഷം 2003. തിരുമലൈ എന്ന ചിത്രം മുതൽ വിജയ് തന്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്തു തുടങ്ങി. 2004 റൊമാൻറ്റിക് ഹീറോയെ ഗാലറിയിൽ ഇരുത്തിക്കൊണ്ട് ആക്ഷൻ ഹീറോ കളത്തിലിറങ്ങി. ഗില്ലി കളത്തിലിറങ്ങിയപ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞു. വിമർശിച്ചവർ തന്നെ അയാളെ ഇളയ ദളപതി എന്ന് വാഴ്ത്തി. പക്ഷേ സ്ക്രീനിൽ വില്ലന്മാരെ അടിച്ചൊതുക്കുന്ന, പഞ്ച് ഡയലോഗടിക്കുന്ന ആ മാസ് ആക്ഷൻ ഹീറോ ക്യാമറ ഓഫായി കഴിഞ്ഞാൽ വീണ്ടും ആ സൈലന്റ് ജോസഫ് വിജയ് മാറും. എന്നാൽ വിജയ് പതുക്കെ തൻ്റെ സിനിമകളുടെ പാറ്റേൺ മാറ്റിപ്പിടിക്കാൻ തുടങ്ങി. വർഷം 2013. ഒരു സിനിമയുടെ ടാഗ് ലൈൻ അന്നത്തെ ഗവൺമെന്റിനെ മൊത്തത്തിൽ ഡിസ്റ്റർബ്ഡ് ആക്കുക. സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയുടെ ഒരൊറ്റ വാക്കിൽ റിലീസ് നിർത്തിവെക്കുക. പിന്നീട് മുഖ്യമന്ത്രിയോട് അയാൾക്ക് ആ ചിത്രത്തിന്റെ റിലീസിനായി യാചിക്കേണ്ടി വരും. தமிழக முதல்வர் அம்மா அவர்களை சந்திக்கணும்னு சொல்லிட்டு ஒரு அப்பாயின்மெண்ட் கேட்டிருக்கோம். ഇനി ടാഗ് ലൈൻ എന്താണെന്ന് പറയാം. ടൈം ടു ലീഡ്. സിനിമ തലൈവ. അതൊരു തുടക്കം മാത്രമായിരുന്നു. കത്തി എന്ന ചിത്രത്തിലൂടെ ജനങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കോർപ്പറേറ്റുകളും രാഷ്ട്രീയക്കാർക്കെതിരെ അയാൾ പ്രതികരിച്ചു. 5000 കോടി കടം വാങ്ങുന്ന ഒരു ബിയർ ഫാക്ടറി ഓണർ മുട്ട മീൻ ക്യാരറ്റിൽ നിന്ന് എടുക്കുന്ന ഫെയർനെസ് ക്രീം വേണം. വർഷം 2017. നീറ്റ് എക്സാമിലെ പരാജയത്തെ തുടർന്ന് സൂസൈഡ് ചെയ്ത അനിതയുടെ വീട് സന്ദർശിച്ചതിനും ഇയാൾ വിമർശിക്കപ്പെട്ടു. ഇത് വിജയുടെ ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു. വിവാദങ്ങൾ കത്തിക്കൊണ്ടിരുന്നപ്പോൾ മെർസൽ എന്ന ചിത്രത്തിലൂടെ ഒരു ചെറിയ ടൈറ്റിൽ കാർഡ് അത് ആളി കത്തിച്ചു.
ഫ്രം ഇളയ ദളപതി ടു തളപതി. വർഷം 2020. ഒരു സിനിമ ഷൂട്ടിങ്ങിനിടയിൽ വെച്ച് ഇതേ ഹീറോയെ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകും. ചോദ്യം ചെയ്തത് തുടരുകയാണ്. മണിക്കൂറുകൾ നീണ്ട ക്വസ്റ്റ്യനിങ്. ആരോപിച്ച കുറ്റങ്ങൾ വേറെയായിരുന്നെങ്കിലും ലക്ഷ്യം രാഷ്ട്രീയമായിരുന്നു എന്നത് പരസ്യമായ രഹസ്യമാണ്. മുൻപ് ചെയ്തു വെച്ച പടങ്ങളിലൂടെ നമ്മുടെ ഹീറോ പടച്ചുവിട്ട കുറെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അത് കൊള്ളേണ്ട സ്ഥലത്ത് കറക്റ്റായി കൊണ്ടു. 28% GST வாங்குற நம்ம அரசாங்கத்தால இங்க கோயில் கட்டக்கூடாது, ஆஸ்பத்திரி கட்டணும்னு, ஆக்சிஜன் சிலிண்டர் இல்ல. இந்தியா முழுக்க ஒவ்வொரு 30 நிமிஷத்துக்கு ஒரு விவசாயி தற்கொலை பண்ணிக்கிறான். അണ്ണനെ ഒന്ന് പേടിപ്പിച്ചുവിടാന്ന് കരുതി ചെയ്താണ്. പക്ഷേ ഇനി നടക്കപ്പോറത് യുദ്ധം എന്ന് കമ്പനി അറിഞ്ഞിരുന്നു. ആ കൊല്ലം ഏറ്റവും കൂടുതൽ റീട്വീറ്റ് ചെയ്യപ്പെട്ട സെൽഫിയായി അത് ചരിത്രത്തിൽ ഇടം നേടി. അന്നവിടെ ജോസഫ് വിജയ് എന്ന നടൻ മരിക്കുകയും ഒരു രാഷ്ട്രീയക്കാരൻ ജനിക്കുകയും ചെയ്തു. 2021 തമിഴ്നാട് ഇലക്ഷനിൽ വിജയ് വോട്ട് ചെയ്യാൻ സൈക്കിളിൽ പോകുന്ന രംഗം നമ്മൾ ആരും മറക്കില്ല. പല കോൺട്രവേഴ്സീസും റൂമേഴ്സിനും സ്പൈറലായിരുന്നു അത്. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്കുള്ള പുള്ളിയുടെ മാസ് എൻട്രിയുടെ ടെസ്റ്റ് ഡോസ് ആയിരുന്നു. വർഷം 2024. തൻ്റെ സിനിമകളിലെ ക്ലൈമാക്സ് ട്വിസ്റ്റ് പോലെ ജോസഫ് വിജയ് ചന്ദ്രശേഖർ തൻ്റെ സ്വന്തം പാർട്ടിയായ തമിഴക വെട്രി കഴകം അനൗൺസ് ചെയ്ത് വീണ്ടും ഞെട്ടിച്ചു. உங்களோட ஆசீர்வாதத்தோட இங்கிருந்து நான் தொடங்குது. There are so many jackals and other animals in the forest, but there will be only one lion. കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ എന്തിനാണ് വിജയ് ആ സിംഹാസനം വലിച്ചത്? என்னடா இவன் வந்ததிலிருந்து கேள்வியா கேக்குறான், இவன் வந்தா என்ன செய்வான்னு கேக்குறீங்க அதானே. സെപ്റ്റംബർ 27, 2025 കരൂരിൽ TVKയുടെ റാലിയിലുണ്ടായ ദുരന്തം, 41 പേരുടെ മരണം, അതിന് റിയാക്ട് ചെയ്ത രീതി, ഇതൊക്കെ വിജയുടെ പൊളിറ്റിക്കൽ കരിയറിൽ മേജർ സെറ്റ്ബാക്കായി മാറി. ഇത് യഥാർത്ഥ ജീവിതമാണ്. ഇവിടെ ഒരുപാട് വേർപ്പൊഴിക്കേണ്ടി വരും. ഇനി അയാൾക്ക് ഡയലോഗ് എഴുതി കൊടുക്കാൻ റൈറ്ററും ഇല്ല, കട്ട് പറയാൻ ഡയറക്ടറും ഇല്ല. ജനപ്രിയനിൽ നിന്നും ജനനായകനിലേക്ക്, ഫ്രം വിജയ് ടു വിജിലാൻഡ്. അപ്പോഴും സിൽവർ സ്ക്രീനിൽ വിജയ് ആടിത്തീർത്ത അവസാന സിനിമക്കായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. അവരുടെ ദളപതിയെ അവസാനമായി സ്ക്രീനിൽ കാണാൻ, അത് ആഘോഷിക്കാൻ, for one last time. ഇനി തമിഴകം കേൾക്കാൻ പോകുന്നത് ദളപതിയുടെ സിനിമാ ഡയലോഗുകളല്ല, ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന രാഷ്ട്രീയക്കാരന്റെ ശബ്ദമാണ്. உங்களுக்காகவும் உங்க ஊருக்காகவும் இனி உங்க வீட்டு பிள்ளையான நானும் தமிழக வெற்றி கழகத்தோட தோழர்களும் சட்டத்துக்கு உட்பட்டு എല്ലാ വഴികളിലും ഉങ്ങളോട് ഉറുതി അണിപ്പേൻ. സിനിമയിൽ അയാൾ എതിരാളികളോട് പറയുന്ന ഒരു സ്ഥിരം ഡയലോഗുണ്ട്. ഇനി അത് നമുക്ക് അയാളുടെ രാഷ്ട്രീയത്തിലും കേൾക്കാം. I'm waiting.